Hi guys, Fazeel here. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. യൂട്യൂബ് ചാനൽ ഹാക്കായി പോവുക, ഇമെയിൽ അക്കൗണ്ട് ഹാക്കാവുക. അത് ചെറിയ ചാനലിനോ വലിയ ചാനലിനോ ഒന്നുമില്ല, പല ചാനൽസിലും ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നോർമലി പെട്ടെന്നൊരു അറ്റംപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് റിസോൾവ് ചെയ്യാൻ പറ്റും. ഒരു സാധാരണ രീതിയിലുള്ള അറ്റംപ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് റിസോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ രണ്ട് രീതിയിലുള്ള അറ്റംപ്റ്റുകൾ സംഭവിക്കുന്നുണ്ട്. അതിൽ ചില കേസിൽ ഇമെയിൽ ഐ ഡി മാത്രമായിരിക്കും നമുക്ക് നഷ്ടപ്പെടാം, ചില കേസിൽ ഇമെയിൽ ഐ ഡിയും പോവും, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസ് പോവും, യൂട്യൂബ് ചാനലിന്റെ ആക്സസ് പോവും, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ എൻ്റയർലി വയലേഷൻ വന്ന് ടെർമിനേറ്റ് ആയി പോവുകയും ചെയ്യും. ഇത് നോർമലി സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് കൂടുതലും ഇത് സംഭവിക്കാറ്. രാത്രി നമ്മുടെ ചാനലിൽ ഒരു ലൈവ് വീഡിയോ പോവുക. അപ്പോൾ ഞാൻ പല ചാനൽസിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പല ചാനൽസിലും ഇത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ പ്രശ്നം. അപ്പോൾ അത് നോർമലി ഇങ്ങനത്തെ കേസുകളെല്ലാം നമ്മുടെ നാട്ടിൽ സംഭവിക്കാറ് രാത്രി ടൈമിലാണ്. രാത്രി ഒരു 2 മണി 3 മണി ആ ടൈമിലൊക്കെയാണ് ഈ ഹൈജാക്കർ ഹാക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ പെട്ടെന്ന് അറിയില്ലല്ലോ ഇത് സംഭവിക്കുന്നത്. മെയിൽ ഐ ഡി ആദ്യം ഹാക്ക് ചെയ്യും, അതില് യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യും, യൂട്യൂബ് ചാനലിൽ അവർ ലൈവ് വിടും. ഈ ലൈവ് തീരുമ്പോഴേക്കും ഓൾമോസ്റ്റ് ചാനൽസ് ടെർമിനേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതില് ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഹൈജാക്കർ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മാറ്റിയിട്ടുണ്ടാവും. പാസ്വേഡ് മാറ്റിയിട്ടുണ്ടാവും, ഓൾട്ടർനേറ്റീവ് ഇമെയിൽ അഡ്രസ്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത എല്ലാം മാറ്റിയിട്ടുണ്ടാവും. എൻ്റയർലി അവർ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ അണ്ടറിൽ തന്നെ ബാക്കപ്പ് കോഡും അതുപോലെ തന്നെ ഗൂഗിൾ പ്രോംപ്റ്റും അങ്ങനത്തെ ഗൂഗിൾ ഓതന്റിക്കേറ്ററും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്ലയന്റ് വന്നത് സെർബിയയിൽ നിന്നാണ്. അപ്പൊ ആ ക്ലയന്റ് അത്യാവശ്യം ടെക്നിക്കലായിട്ട് അറിയാവുന്ന ക്ലയന്റ് തന്നെയാണ്. ആള് പല വഴി നോക്കിയിട്ട് അക്കൗണ്ട് തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ക്ലയന്റിന് വന്ന പ്രശ്നം എന്ന് പറഞ്ഞത്, ഹൈജാക്കർ ഹാക്ക് ചെയ്ത ശേഷം USB വെച്ചിട്ട്, ഇപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒരു ഓപ്ഷനാണ്, നമുക്കൊരു USB വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സെക്യൂരിറ്റി ഫീച്ചർ ഉണ്ട്. അപ്പൊ ആ ഒരു USB സെക്യൂരിറ്റി കീ വെച്ചിട്ടാണ് ഹൈജാക്കർ ലോക്ക് ചെയ്ത് വെച്ച ആ അക്കൗണ്ട്. ആള് പല വഴിയും നോക്കിയിട്ട് റെഡി ആവാത്തതുകൊണ്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ നമ്മളത് കോണ്ടാക്ട് ചെയ്ത് 24 ഹവറിനുള്ളിൽ തന്നെ അക്കൗണ്ട് നമ്മൾ റിക്കവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരും പേടിക്കണ്ട, ഇത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ്. നോർമലി നമ്മൾ റിക്കവറി മെത്തേഡൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ അത് വർക്ക് ആണെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ ആർക്കെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ റിക്വസ്റ്റുകൾ മാനേജ് ചെയ്യാണ്ട് ഫൈവറിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫൈവറിൽ അക്കൗണ്ടിലെ ലിങ്കും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം നമുക്കിത് എന്താണ് അതിനൊരു റെസൊല്യൂഷൻ, എന്താണെന്നൊരു വഴി നമുക്കത് അതിലൂടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഇതായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബ് ചാനൽ ഹാക്കായി പോവുക, ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ആവുക, ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ആരെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫൈവർ അക്കൗണ്ടിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡി എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ട്, സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്കത് മാക്സിമം റിസോൾവ് ചെയ്യാം. ഓക്കെ, നോർമലി 24 ഹവറിനുള്ളിൽ തന്നെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചിലപ്പോ 24 ഹവർ എന്നുള്ളത് 2 ദിവസമൊക്കെ ആവാം, 48 ഹവറൊക്കെ ആവാം. അപ്പോൾ നോർമലി ഇപ്പൊ ഇതുവരെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് 24 ഹവറിനുള്ളിൽ തന്നെ നമുക്ക് റിക്കവർ ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ഇതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, റിസോൾവ് എടുക്കാൻ പറ്റുന്നതാണ്. പല ആളുകളുടെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് അവരുടെ പല ഡാറ്റാസും ചിലപ്പോൾ ബിസിനസ് റിലേറ്റഡ് പല ഡീറ്റെയിൽസും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. അപ്പൊ ഇത് വന്ന് എന്ത് ചെയ്യും എന്നറിയാണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വരലുണ്ട്. അപ്പോൾ ഇനി ആരും എന്ത് ചെയ്യണ്ട, ആരും ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നാൽ പേടിക്കണ്ട, നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ കേസുകളെല്ലാം. അപ്പോൾ എന്ത് ചെയ്യുക, എൻ്റെ ഫൈവർ അക്കൗണ്ടിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻ നോക്കിയിട്ട് നമുക്ക് എന്താണ് സൊല്യൂഷൻ എന്ന് അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്, ബൈ.